പാടെ എനിക്കടി ശൂട്ടം കാട്ടിയില്ലേ, എനിക്കടി തള്ളു കെട്ടിയില്ലേ, എനിക്കടി കോപം മണ്ണില്ലേ, അമ്മാവനെ നീ വരിച്ചില്ലേ. അങ്ങനെ ആ കുരിപ്പിന്റെ പാട്ടൊക്കെ കേട്ട് ഞാൻ അങ്ങനെ ഇരിക്കേണ്ട. ഞങ്ങൾ ഇതേ കാളികുളങ്ങര ദേവീക്ഷേത്രത്തിൽ തെണ്ടുടാൻ വന്നേക്കേണ്ട. തെണ്ടെന്നൊന്നും അറിയാമ്പോഴത്തവർക്ക് പറഞ്ഞുതരാം. അരിപ്പൊടി, തേങ്ങ, ശർക്കര, ചുക്ക്, ഏലക്ക, എള്ളൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പാളയുടെ ഉള്ളിൽ പാള നല്ല ടൈറ്റായിട്ട് കെട്ടും. എന്നിട്ട് അത് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേളിൽ മണ്ണിട്ട് മൂടിയിട്ട് ഇങ്ങനെ തീ കൊടുക്കും. ഇതെന്തായാലും വേവാൻ നല്ല ടൈം എടുക്കും. ഞങ്ങൾ രാത്രിയായിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും വിശന്നിട്ട് വേണ്ടായിരുന്നില്ല. എന്നാൽ പോയി ഒന്ന് കഴിച്ചിട്ട് വരാമെന്ന് ഓർത്തിട്ട് ഞാൻ ദേ ആ കുരിപ്പനെയും കൂട്ടിയിട്ട് ഞങ്ങളിത് വജിയിരിക്കാൻ പോയിട്ടാണ്. പിള്ളേരെ രണ്ടുപേരും കൊണ്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അതേ ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റും ഇടാണെന്നുണ്ടെങ്കിൽ നല്ല സമയം എടുക്കും, ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ കാവടിയും അതുപോലെ തന്നെ താലവും പുറകെ ഉണ്ടായിരുന്നു. താലം അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ നടന്ന് കാറിൻ്റെ അകത്തേക്ക് നിന്നിട്ടാണ്. നമ്മുടെ ജീവിയുടെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കായി കിടന്നുറങ്ങി. തെണ്ട് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു സൈഡ് കരിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ ബൈ.